എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടിച്ചു നിൽക്കരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ഗുണമായാലും ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കും. ഇതൊക്കെ മനുഷ്യർ ഓർക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാടെ കിട്ടുന്നത് ഒറ്റ കാര്യമാണ്. എന്താണത്? ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് വചനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണൊരു സാധനമുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാടെ 3 അക്ഷരമേ ഉള്ളൂ. എന്താണത്? മഹത്വം എന്ന് പറയും. നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിൽ മഹത്വം കിട്ടും, വിജയിച്ചാലും മഹത്വം കിട്ടും. അതറിയണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ അറിയാം. ഇപ്പോൾ ലാസറിൻ്റെ വിഷയമില്ലേ, സുവിശേഷത്തിൽ ലാസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസർ ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത്? അയാൾ മരിച്ചു പോകുന്ന ഈശോയ്ക്ക് അറിയാം. പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകുന്നല്ല റെസ്പോണ്ട് ചെയ്യണം, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. മരണമാണ് സംഭവിച്ചത്, പക്ഷെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യണത്. എന്താ പറയണത്? യോഹന്നാൻ 11:4 അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ലാസറിന്റെ മരണമാണ് ഒരു ഇൻസിഡൻറ്റ്. അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഓൾ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ച് എന്താണ്? ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ്. പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും. ഇപ്പോൾ 2 മഹത്വമാണ് ഈ വിഷയം കൊണ്ട്. ഒന്ന്, പിതാവ് മഹത്വപ്പെടും. രണ്ടാമത്, പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടേണ്ട ഇത് മാത്രമേ ഉള്ളൂ, അതായത് മഹത്വം. അതുകൊണ്ടാണ് ഈ വിഗ്നേസ് ലയോളയൊക്കെ ഉണ്ടല്ലോ, അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? വിഗ്നേസ് ലയോളായും എഴുതുമായിരുന്നു കത്തിൻ്റെ മുകളിൽ. ഇപ്പം നമ്മൾ JMJ എന്ന് എഴുതത്തില്ലേ, അതിന് അവരെഴുതിക്കൊണ്ടിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് വിഗ്നേസ് ലയോളാണ് തുടങ്ങി വെച്ചത്. ഫ്രാൻസിസ് സേവർ അത് കണ്ടുപഠിച്ചിട്ട് ഫ്രാൻസിസ് സേവറിൻ്റെ കത്തുകളിലും എല്ലാം ഉണ്ട്. എന്താണ്? ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീവിതത്തിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയെന്നാണ്. അവരതിനെ പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ. അപ്പോൾ അതാണ് ദൈവഹിതമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം മഹത്വപ്പെടുന്നു, പിതാവ് ദൈവം മഹത്വപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും. അപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം. ജീസസ് തന്നെ അതുപോലെയാണ്. മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല, അയ്യോടാ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അല്ലേ. ഇപ്പോൾ സ്നേഹിതരെ ലാസർ മരിച്ചു, ഈശോടാ എന്ത് ചെയ്യും എന്നല്ല പറയണത്. എന്താണ്? ഇത് ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ്. പിതാവ് ദൈവവും അവനിൽ മഹത്വപ്പെടുന്നു. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഈശോ അതാണ് പ്രാർത്ഥിച്ചത്. നെഗറ്റീവ് സംഭവിക്കുമ്പോൾ വചനെടുത്ത് യോഹന്നാൻ 12:28
പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് ഒക്കർ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രെയർ എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം ആ പ്രെയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ്. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണ പോലെ നടക്കണില്ലെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത്. ഏതാണ്? യോഹന്നാൻ 12:28. എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ പ്രാർത്ഥിക്കാവൂ. പ്രൈസ് ദി ലോർഡ്.